വെള്ളം തരുമോ? വെള്ളം, കുറച്ചുകൂടി വെള്ളം. ചോരയുടെ കുളുമ്പ് മണം. അമ്മയുടെ, പെങ്ങളുടെ, മകളുടെ 7 കടലുകളുടെ ചിലവും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും മതിയാവുകയില്ല ആ മനുഷ്യന്റെ, അല്ല ആ പുരുഷന്റെ കൈകൾ ശുദ്ധമാക്കാൻ. സ്വന്തം മകൾക്ക് പോലും ഇന്ന് ആ പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് പഴമയുടെ മുഴക്കമുള്ള ഒരു യുദ്ധരംഗം ഓർത്തുപോകുന്നു. പ്രസിദ്ധമായ രാമായണ കഥയും വയലാറിന്റെ രാവണപുത്രിയും ഇഴച്ചേർത്ത ഒരു രംഗാഖ്യാനം. ചേഷ്ട, രാവണ, കണ്ണീർ മതം നിറച്ചു കണ്ടോളൂ. പൂക്കും മുലയും മറ്റ് കുരുതിക്കളം പോലെ നിന്റെ മുന്നിലിടാ രാവണ, നിന്റെ അഴുചത്തി ശൂർപ്പണക. എവിടെ നിന്നിടത്തെ പൗർണ ചന്ദ്രഹാസം? ഒന്നുമില്ല രാവണ. ഈ പൊന്നുമകളുടെ ചോരക്ക് മറുപടി പറയാൻ. ശൂർപ്പണകെ, നിന്റെ ചോരത്തളപ്പിലെ ചോദ്യങ്ങൾ എന്നെ ഊണിലും ഉറക്കിലും വേട്ടയാടുന്നു. സാരഥേ, രഥമൊരുക്കി വെക്കുക. മഹാരഥനായ മേഘനാഥനെ പിറകെ നിർത്തിക്കൊണ്ട് അവന്റെ അച്ഛൻ ഈ രാവണൻ പട നയിക്കും. അച്ഛൻ ആരുടെയൊക്കെ അച്ഛനാണ്? ഇന്ദ്രജിത്തിന്റെ, അധികായന്റെ, അക്ഷകുമാരന്റെ. ഒരു പേര് കൂടി ഉച്ചരിക്കാൻ ബാക്കിയുണ്ടെന്ന് മഹർഷി നാരദരല്ലേ പറഞ്ഞത്? നാരായണ നാരായണ. രാവണ പ്രഭു അന്തിമ യുദ്ധത്തിനൊരുങ്ങിയിറങ്ങും മുമ്പ് ഒരു രഹസ്യം, ശുഭരഹസ്യം അറിയിച്ചു കൊള്ളട്ടെ. അശോകവനിലങ്ങ് കഥയോടൊളിപ്പിച്ചു വെച്ച ആ സ്ത്രീ രാമപത്നിയായ സീത വേദവതിയിൽ അങ്ങക്കുണ്ടായ മകളാകുന്നു. നാരായണ നാരായണ. അച്ഛൻ, എന്റെ മകളോ സീത? സ്വന്തം മകളെ അന്തഃപുരത്തിൽ പട്ടമഹർഷിയായി കുടിയിരുത്താൻ ശ്രമിച്ച അച്ഛൻ, മോളെ സീതെ, നിന്റെ അമ്മയുടെ, വേദവതിയുടെ നിസ്സഹായമായ നിലവിളി ഇപ്പോഴും എനിക്ക് കേൾക്കാം. അന്നഹന്തയുടെ അഗ്നിപർവ്വതം പോലെ ഞാൻ ഹിമവൽ ചുരമാന്തി നടന്ന കാലം ഒരു ശതാപനകളുടെ പ്രവാഹത്തെ ഒരുമിച്ച് കത്തിയിളക്കുന്ന സ്ത്രീ ശരീരത്തെ, വേദവതിയെ ഞാൻ തൊട്ടു. അരുതേ, അരുതേ, മറ്റൊരാൾക്ക് വേണ്ടി വ്രതം നോക്കിയിരിക്കുന്ന കാട്ടുപെണ്ണാണ് ഞാൻ. അരുതേ, അരുതേ, അരുതേ. ഇനി എന്തു യുദ്ധം, ഏത് വിജയം? വേദവതിയുടെ പ്രിയപുത്രി സീതയുടെ നിലവികൾ എന്നെ എന്നേൽക്കുമായി തോൽപ്പിക്കുകയാണല്ലോ. എന്ത്? രാവണൻ വിമോചിച്ചെന്നോ? രാവണ, നിന്റെ പ്രിയപുത്രൻ മേഘനാഥൻ പടക്കളത്തിൽ മറുകൈക്ക് തുണയില്ലാതെ നിൽക്കുമ്പോൾ നിനക്ക് പിന്മാറാനാകുമോ രാവണ? മുത്തച്ഛ, മേഘനാഥൻ ഒറ്റയ്ക്ക് പടക്കാത്തിൽ, അതും അവന്റെ അച്ഛൻ ഈ രാവണൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ? ഇല്ല, ഞാൻ പുറപ്പെടുകയായി. മുഴങ്ങട്ടെ കൊമ്പും കുഴലും ചേപേരിയും. മറ്റ് ഗജങ്ങൾ മുന്നിൽ, തൊട്ടുപിറകിൽ രഥങ്ങൾ, യുവമധ്യത്തിൽ കാരാൾ. എല്ലാറ്റിനും മുന്നിലായി തെക്കുചക്ര പരാക്രമിയായ ഈ രാവണൻ. ആരാ വഴിമുടക്കി നിൽക്കുന്നത്? പ്രഭു, മേഘനാഥകുമാരൻ. മകനെ, മകനെ, മേഘനാഥ, ഈ അച്ഛനെ ഏത് പാപമാണ് മകനെ നിന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? രാമ, പറ്റുമെങ്കിൽ പ്രതിരോധിച്ചോളൂ. ദേവദുരാന്തകനായ ഈ രാവണനെ കൽപ്പാരുദ്രന്റെ കൈലാസത്തെ ഇരു കൈകളിലും ഇട്ടമാനമാടിയ
ഈ രാവണനെ വയ്യ വേദവതിയുടെ പ്രിയപുത്രി സീതയുടെ നിലകൾ എന്നെ എന്നേൽക്കുമായി തോൽപ്പിക്കുകയാണല്ലോ. മോളെ സീതേ, നിന്റെ അച്ഛൻ കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. രാമ, പൊറിഞ്ഞു വീഴട്ടെ ഓരോന്നോരോന്നായി ക്ഷത്രത്തഴമ്പുള്ള കൈകൾ, അഹങ്കൃതിയുടെ ശിരസ്സുകൾ, ഒടുവിൽ സ്വപ്നങ്ങളെയും പാപങ്ങളെയും ഒരുപോലെ ലാളിച്ച ഈ രാവണ ഹൃദയം. മോളെ എന്ന വിളിയിൽ സ്വയം ശുദ്ധനായ അസുര രാജാവിന് വീരചരോചിതമായ മോക്ഷം അനുവദിച്ചിരിക്കുന്നു ഇതിഹാസം. എന്നാൽ ഇയാൾക്കോ ഇന്നത്തെ പുരുഷനോ വെള്ളം തരുമോ?